നമസ്കാരം. എ മിനിറ്റിയുടെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങൾ എയർഫോഴ്സ് മെഡിക്കൽ അസിസ്റ്റന്റ് റാലിക്ക് പോകുന്ന കുട്ടികൾക്ക് വേണ്ടി മാത്രമാണ്. മറ്റുള്ളവർ കണ്ട് കാര്യങ്ങൾ അറിയുന്നത് കൊണ്ട് തെറ്റില്ല. മറ്റുള്ളവർക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ്. ഒരു പക്ഷേ അവർക്ക് വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകാവുന്നതാണ്. ഇന്ന് പ്രതിപാദിക്കുന്നത് മെഡിക്കൽ അസിസ്റ്റന്റിന്റെ റാലിക്ക് പങ്കെടുക്കുന്നവർക്ക് ആവശ്യമായ ഡോക്യുമെന്റ്സുകളെ കുറിച്ചാണ്. നമുക്കറിയാം, റാലി നടക്കുന്നത് 29 ജനുവരി മുതൽ 6 ഫെബ്രുവരി വരെയാണ്. എവിടെയാണ് നടക്കുന്നത്? എറണാകുളത്താണ് നടക്കുന്നത്, അല്ലെ? മഹാരാജ കോളേജ് ഗ്രൗണ്ടിൽ എറണാകുളത്ത് വെച്ചാണ് നടക്കുന്നത്. എന്നാൽ നമ്മൾ കേരളത്തിലുള്ളവർ റാലിയിൽ പങ്കെടുക്കേണ്ട ദിവസം 1 ഫെബ്രുവരിയാണ്. 1 ഫെബ്രുവരി രാവിലെ 6 മണിക്കാണ് നമ്മളെ റിപ്പോർട്ടിംഗ് ടൈം പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ആരും 6 മണിയാകാൻ നിൽക്കേണ്ട, തിരക്കുണ്ടാകും. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം? നിങ്ങളൊരു 5 മണിയോടുകൂടി അവിടെ എത്തിച്ചേരണം. അതിന്റെ അർത്ഥം തലേ ദിവസം തന്നെ നിങ്ങൾ അതിന്റെ പരിസര പ്രദേശത്തുള്ള ഏതെങ്കിലും സ്ഥലത്ത് താമസിക്കുക. വഴിയരികിൽ ഒന്നും താമസിക്കാൻ പാടില്ല. നിങ്ങൾ ഏതെങ്കിലും ഹോട്ടൽ മുറിയെടുത്ത് തന്നെ താമസിക്കുക. നല്ലതുപോലെ ഉറങ്ങി രാവിലെ തയ്യാറായി പ്രാഥമിക കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം അവിടെ എത്തിച്ചേരണം. 6 മണിക്ക് അവർ റിപ്പോർട്ട് പറഞ്ഞ് അവർ 5:30 മുതൽ ലൈനിലെത്തി നിങ്ങൾ നിൽക്കുക. നിങ്ങൾ അവരെന്ത് ചെയ്യുന്ന വെച്ചാൽ ആദ്യം നിങ്ങളുടെ ഹൈറ്റ് പരിശോധിക്കും. ഹൈറ്റ് അവർ പറഞ്ഞിരിക്കുന്ന 152 സെന്റിമീറ്റർ ആണെങ്കിൽ അതിൽ താഴെയുള്ള ആളുകൾക്ക് പ്രവേശനം അനുവദിക്കില്ല. അതിൽ കൂടുതലുള്ളവരെ പ്രവേശിപ്പിക്കും. ഉള്ളിലേക്ക് കയറി കഴിയുമ്പോൾ അവരുടെ +2 സയൻസ് ഗ്രൂപ്പ് ഉള്ളവരാണോ എന്ന് പരിശോധിക്കും. അതോടൊപ്പം 50% മാർക്ക് ഓവറോൾ ഉണ്ടോ, ഇംഗ്ലീഷിന് തനിച്ച് 50% മാർക്ക് ഉണ്ടോ എന്ന് പരിശോധിക്കുമ്പോൾ ഉറപ്പാകും നിങ്ങൾ അതിൽ റാലിക്ക് പങ്കെടുക്കാൻ യോഗ്യരാണെന്ന്. അങ്ങനെ യോഗ്യരാണ് എന്ന് കാണുന്ന പക്ഷം നിങ്ങളെ അവർ ഫിസിക്കൽ ടെസ്റ്റിലേക്കാണ് ഫസ്റ്റ് ആയിട്ട് വിനിയോഗിക്കുക. ആ ഫിസിക്കൽ ടെസ്റ്റിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്ന സമയത്ത് ആദ്യമായിട്ട് അവർ നിങ്ങളെ പരിശോധിക്കുക നിങ്ങളുടെ ഡൊമിസിൽ സർട്ടിഫിക്കറ്റ് ആണ്. അതായത് നിങ്ങൾ ഏത് സംസ്ഥാനത്തെ പ്രതിനിധീകരിച്ചാണ് വന്നിരിക്കുന്നത്. അപ്പൊ 1-ാം തീയതി കേരളത്തിനും കൂടി ഉള്ളതാണ്. അപ്പോൾ നിങ്ങൾ കേരളത്തുകാരനാണ് എന്ന് തെളിയിക്കുന്ന ഡൊമിസിൽ സർട്ടിഫിക്കറ്റ് നിങ്ങളെ കയ്യിൽ ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തീർത്തും അവർ ഫിസിക്കൽ ടെസ്റ്റിലേക്ക് പരിഗണിക്കും. അപ്പോൾ ഈ റിക്രൂട്ട്മെന്റ് റാലിയിൽ നമ്മൾ എന്തൊക്കെ സർട്ടിഫിക്കറ്റുകളാണ് കൊണ്ടുപോകേണ്ടതെന്ന് വ്യക്തമായി നമ്മൾ അറിഞ്ഞിരിക്കുക. ആ സർട്ടിഫിക്കറ്റുകളായിട്ട് പോവുക. അതില്ലാതെ ആളുകൾ അവിടെ പോയാൽ അത് നമ്മളുടെ ചാൻസ് നഷ്ടപ്പെടുത്തും. അപ്പൊ മക്കളെ, നമുക്ക് പരിശോധിക്കാം എന്തൊക്കെ ഡോക്യുമെന്റ്സുകളാണ് നമ്മൾ അവിടെ കൊണ്ടുപോകേണ്ടത്. തീർച്ചയായിട്ടും എല്ലാവർക്കും അറിയാം, ഒന്ന് നമ്മളുടെ SSLC ബുക്ക് ഒറിജിനൽ വേണം. ഓർക്കണം, ഒറിജിനൽ ബുക്ക് ഇല്ലാത്ത ആരും അങ്ങോട്ടേക്ക് പോകണ്ട. ഈ റാലിയിൽ അവരെ ഒരു കാരണവശാലും പ്രവേശിപ്പിക്കില്ല എന്നുള്ളത്. 2, അതോടുകൂടിയിട്ട് ഇവരുടെ +2 ഡോക്യുമെന്റ്, +2 സയൻസ് ആയിരിക്കുമല്ലോ നിങ്ങൾ പഠിച്ച ആ +2 സയൻസ് പാസ്സായ ആ സർട്ടിഫിക്കറ്റിന്റെയും ഒറിജിനൽ വേണം കേട്ടോ. SSLC ബുക്ക് ഒറിജിനൽ, +2 ഒറിജിനൽ. ഇവിടെ ഓർക്കുക, ഇനി നമ്മൾ പറയുന്നുണ്ട് BSc പഠിച്ച കുട്ടികളാണെങ്കിൽ ആ BSc പഠിച്ച കുട്ടികൾക്ക് അവരെ BSc പഠിച്ച സർട്ടിഫിക്കറ്റിന്റെ ഒറിജിനൽ, അല്ലെങ്കിൽ ഫാർമസി പഠിച്ചിരിക്കുന്നതിന്റെ ഒറിജിനൽ അത് അവർക്ക് ഉണ്ടാക്കണം. അല്ലാതെ എന്റെ ബോണഫൈഡ് സർട്ടിഫിക്കറ്റ് ഉണ്ട് എന്ന് പറഞ്ഞ് കാണിച്ചാൽ അംഗീകരിക്കില്ല. അതുകൊണ്ടാണ് പറഞ്ഞ് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഉള്ളവർ മാത്രമേ ഇതിൽ പങ്കെടുക്കുന്നതിൽ കാര്യമുള്ളൂ. ഇനി മൂന്നാമതായിട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനമാണ് ഡൊമിസിൽ സർട്ടിഫിക്കറ്റ് നിർബന്ധമായിട്ട് വേണം. ഈ SSLC ബുക്ക് ഉണ്ടെങ്കിലും +2 ഉണ്ടെങ്കിലും ഡൊമിസിൽ സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത ആരെയും അംഗീകരിക്കില്ല. അപ്പൊ തീർച്ചയായും നിങ്ങൾക്ക് ഇനി ദിവസമുണ്ട്. ഇനി 2 ആഴ്ചയിൽ കൂടുതൽ ഇനിയും സമയമുള്ളത് കൊണ്ട് അപേക്ഷ കൊടുത്ത് ഈ സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കിയിരിക്കണം, ഓർക്കുക. നാലാമതായിട്ട് നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് NCCയോ NCC സർട്ടിഫിക്കറ്റ് ഉള്ളവരാണെങ്കിൽ അവര് NCC സർട്ടിഫിക്കറ്റിലെ ഏതൊക്കെയാണ്? A ഉണ്ട്, B ഉണ്ട്, C ഉണ്ട്. ഈ സർട്ടിഫിക്കറ്റിന്റെ എല്ലാത്തിന്റെയും ഒറിജിനൽ ഉണ്ടാവണം കേട്ടോ. ഇത് നിങ്ങളതാണ്. അതിന്റെ നിങ്ങൾ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം. ഇനി അതിനുശേഷം 5-മതായിട്ട് വേണ്ടത്, നിങ്ങൾക്ക് ആരെങ്കിലും എയർഫോഴ്സിൽ നിന്നോ മറ്റ് സേനകളിൽ നിന്നോ വിരമിച്ച ആളുകൾ ഉണ്ടെങ്കിൽ അവരുടെ റിലേഷൻ സർട്ടിഫിക്കറ്റ് നിങ്ങൾ കരസ്ഥമാക്കിയിട്ടുണ്ടെങ്കിൽ ആ റിലേഷൻ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോവുക. റിലേഷൻ സർട്ടിഫിക്കറ്റ് എല്ലാത്തിന്റെയും ഒറിജിനൽ കരുതാൻ മറക്കരുത് കേട്ടോ. ഒറിജിനൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവുക. ഇനി അതിനുശേഷം ഇമ്പോർട്ടൻസ് ആയി വേണ്ട മറ്റൊരു സർട്ടിഫിക്കറ്റ് ആണ് മക്കളെ. ഈ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് നിർബന്ധമായും വേണ്ടതിന്റെ കാര്യം, ഇതിന് വ്യത്യസ്തമായ കളറിൽ തന്നെ എഴുതുന്നതിന്റെ കാരണം ഇത് നിങ്ങൾ കൺസെന്റ് ഫോം ആണ്. എന്തിനാണ് നിങ്ങൾ കൊടുക്കുന്നത്? കൺസെന്റ് ഫോം. ഈ കൺസെന്റ് ഫോം ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങളെ അവരെന്ത് ചെയ്തു ഫിസിക്കലിൽ പങ്കെടുപ്പിക്കുള്ളൂ. ഓക്കെ, നിങ്ങൾ
ഇതില് ഫിസിക്കലിൽ പങ്കെടുക്കണമെങ്കിൽ ഈ ഡോക്യുമെന്റ് ഒക്കെ പരിശോധിച്ചാലും ഈ കൺസെന്റ് ഫോം ആരുടെ കയ്യിലുണ്ടോ അവരെ മാത്രമേ ആദ്യത്തെ ടെസ്റ്റായ ഫിസിക്കലിൽ പങ്കെടുക്കുള്ളൂ. അപ്പൊ ഈ കൺസെന്റ് ഫോം എന്താണ്? 18 വയസ്സിൽ താഴെയുള്ളവരാണെങ്കിൽ അവരുടെ മാതാപിതാക്കൾ ഒപ്പിടുകയും 18 വയസ്സിന് മുകളിലുള്ളതാണെങ്കിൽ സെൽഫായിട്ട് അതിൽ ഒപ്പിട്ടാൽ മതി. അതിന്റെ ഫോം ഉണ്ട്, നമ്മൾ നേവിയുടെ സൈറ്റിൽ നിന്ന് നിങ്ങൾ ആ ഫോം എടുക്കുക. നിങ്ങൾ അത് കണ്ടിട്ടുണ്ടാകും, ഓൾറെഡി പലരും ചെയ്തിട്ടുണ്ടാകും. ഇല്ലെങ്കിൽ അത് കണ്ടിട്ട് നിങ്ങൾ ആ ഫോം എടുത്ത് അതുപോലെ ടൈപ്പ് ചെയ്ത് അതിനകത്തിടുക. മുദ്രക്കടലാസിലോ കാര്യങ്ങളോ ചെയ്യേണ്ട ആവശ്യമില്ല. നല്ല വെള്ളക്കടലാസിനകത്ത് അത് ടൈപ്പ് ചെയ്തിട്ട് അതിനകത്ത് നിങ്ങൾ അതിന്റെ ഫോം ഒപ്പിട്ട് ആ കൂട്ടത്തിൽ ഉണ്ടാവണം എന്നുള്ളത് മാത്രം ടൈപ്പ് ചെയ്ത് നിങ്ങളെ പേര് കൂടി എഴുതി, അച്ഛന്റെ പേരെഴുതി നിങ്ങൾ ഈ റാലിയിൽ പങ്കെടുക്കുകയാണ് എന്നുള്ള രീതിയിൽ നിങ്ങൾ ആ കൺസെന്റ് ഫോം നിർബന്ധമായി ഉണ്ടാക്കിയിട്ട് അത് കൊണ്ടുവരണം. ആ കൺസെന്റ് ഫോം ഇല്ലാത്ത ഒരു വ്യക്തിക്കും അവർ ഈ ഫിസിക്കലിൽ പങ്കെടുക്കാൻ പെർമിഷൻ കൊടുക്കില്ല എന്നുള്ള കാര്യം എല്ലാവരും ഓർത്തിരിക്കണം. അത് വിസ്മരിക്കാൻ പാടില്ല. ഓക്കെ, ഇതിനുശേഷം നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? ബാക്കി സർട്ടിഫിക്കറ്റുകൾ നമ്മൾ പറയും, അൺമാരീഡ് സർട്ടിഫിക്കറ്റ്, നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്, പോലീസ് ക്ലിയറൻസ്, ഈ സർട്ടിഫിക്കറ്റുകളൊന്നും ആവശ്യമില്ല. ഇനി ആരുടെയെങ്കിലും കൈകളിൽ മുൻപേ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് കൊണ്ടുപോകുന്നതിന് കുഴപ്പമില്ല. പക്ഷെ അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾ എടുത്തിട്ടില്ലെങ്കിൽ അതിനുവേണ്ടി അലയേണ്ട ആവശ്യമില്ല. ആ സർട്ടിഫിക്കറ്റുകളൊന്നും അവിടെ പരിഗണിക്കുന്നില്ല. അത് ജോയിനിങ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പിന്നീട് ആവശ്യം വരും, അതിന് സമയം തരും, ആ സമയത്ത് ചെയ്താൽ മതി. ഈ റിക്രൂട്ട്മെന്റ് റാലിയിൽ പോകുമ്പോൾ ഈ സർട്ടിഫിക്കറ്റുകളാണ് നമുക്ക് ആവശ്യമുള്ളത്. സർട്ടിഫിക്കറ്റുകളോടൊപ്പം നമുക്ക് ആവശ്യമുള്ള മറ്റൊന്നാണ്, ഏഴാമത്തെ കാര്യമായിട്ട് പറയാം, നമ്മളെ 10 പാസ്പോർട്ട്സ് PP സൈസ് പാസ്പോർട്ട് സൈസ് ഫോട്ടോസ് വേണം. ഈ ഫോട്ടോയ്ക്ക് പ്രത്യേകത പറയുന്നുണ്ട്. തീർച്ചയായിട്ടും എന്തായിരിക്കണം? ഒരു വ്യക്തി ഫോട്ടോ ഇങ്ങനെ സ്ലേറ്റ് പിടിച്ചിട്ടുണ്ടാവണം. ആ സ്ലേറ്റിൽ അവരുടെ പേര്, നെയിം, അതോടൊപ്പം ഫോട്ടോ എടുത്ത തീയതി ആയിരിക്കണം. ഡേറ്റ് ഓഫ് ബർത്ത് ആരും എഴുതും, ഫോട്ടോ ടേക്കൺ ഡേറ്റ് കേട്ടോ. ഫോട്ടോ എടുത്ത തീയതി കൂടി എഴുതി സ്ലേറ്റിൽ ഇങ്ങനെ പിടിച്ചിട്ട് നിൽക്കുന്ന, മുഖം നേരെയാക്കിയിരിക്കുന്ന, ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ബ്ലൂ ആയിട്ടോ അല്ലെങ്കിൽ വൈറ്റ് ആയാലോ കുഴപ്പമില്ല. പക്ഷെ തൊപ്പി വെച്ചതാകല്ലേ, ചെവിയിൽ കമ്മലിട്ടതാവരുത്, താടി വെച്ച ഫോട്ടോ ആവരുത്. ക്ലീൻ ഷേവ് എന്ന് പറയുന്നെങ്കിലും ക്ലീൻ ഷേവ് ചെയ്യേണ്ട ആവശ്യമില്ല, മീശ നിന്നോട്ടെ. പക്ഷെ ബാക്കി ഷേവ് ഒക്കെ ചെയ്ത ഫോട്ടോ, ചന്ദനക്കുറി വരച്ചതോ അങ്ങനെയുള്ള ഒന്നും കുറി വരച്ചതോ ഒന്നും ആയിരിക്കരുത്. അങ്ങനെ ആയിട്ടുള്ള ഒരു ഫോട്ടോ ഉണ്ടെങ്കിൽ അതിന്റെ പേരിൽ അവർക്ക് അയോഗ്യരാക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ഒരു പക്ഷേ ചെയ്തില്ലെന്ന് പറയാം. പക്ഷെ അങ്ങനെ ഒരു ഫോട്ടോ എടുത്ത് പോയിട്ട് നമ്മൾ റിസ്ക് എടുക്കാൻ പാടില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഈ ഫോട്ടോ 10 എണ്ണം അവർ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു 15 ഫോട്ടോ നിങ്ങളെ കയ്യിൽ വെച്ചോളൂ. കണ്ടീഷൻ ഇതേ ഉള്ളൂ, 6 മാസത്തിനുള്ളിലുള്ള ഫോട്ടോ ആയിരിക്കണം, 6 മന്ത്. അപ്പൊ ചിലർ ചോദിക്കും, അതെങ്ങനെ അവരറിയുന്ന 6 മാസത്തെ? മക്കളെ, മണ്ടത്തരം നോക്കണ്ട, നിങ്ങൾ ഫോട്ടോ എടുത്ത് തീയതി ഇവിടെ എഴുതിയിട്ടില്ലേ? അപ്പൊ അത് 6 മാസത്തിനുള്ളിലാണോ എന്നുള്ള അറിയുള്ളൂ. ഇനി ചില വിദഗ്ധന്മാര് അതിൽ ഡേറ്റിലൊക്കെ മാറ്റം വരുത്തിയിട്ട് കൊണ്ടുപോകും, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ മാറ്റം വരുത്തി കൊണ്ടുപോയാലും വലിയ പ്രശ്നമൊന്നും അതൊന്നും അവർ പരിശോധിക്കുന്നില്ല. പക്ഷെ 6 മാസത്തിലുള്ള ഡേറ്റ് ആയിരിക്കണം ഇതിലുള്ളത് എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, ആ സ്ലേറ്റ് പിടിച്ചിട്ട ഫോട്ടോ ആയിരിക്കണം എന്നുള്ള ആരും മറന്നു പോകാൻ പാടില്ല. അല്ലാത്ത ഫോട്ടോ അവര് സ്വീകരിക്കില്ല. ഇനി ഈ പറഞ്ഞ എല്ലാ സർട്ടിഫിക്കറ്റുകളുടെയും ഒറിജിനൽ എന്തിനൊക്കെയാണ്? SSLC +2 ഡൊമിസിൽ, NCC റിലേഷൻ സർട്ടിഫിക്കറ്റ്, കൺസെന്റ് ഫോം, ഇത്രയും സർട്ടിഫിക്കറ്റിന്റെ ഒറിജിനൽ പ്ലസ് 4 കോപ്പി 4 കോപ്പി വീതമാണ്. അത് നിങ്ങൾ 4 ആക്കേണ്ടതേ ഒരു 5 കോപ്പി എടുത്തോളൂ. 5 കോപ്പി എടുത്ത് എന്തെങ്കിലും ഒരു കോപ്പിയിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നു പോയാൽ അല്ലെങ്കിൽ ഒരു ഇങ്ക് വീണ് ഇതായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാൻ പറ്റും. ഒരു 5 കോപ്പി വീതം എടുത്തേക്കുക. ഇതൊന്നും അറ്റസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതൊന്നും സെൽഫ് അറ്റസ്റ്റോ ചെയ്യേണ്ട ആവശ്യമില്ല. ഒറിജിനൽ വിത്ത് കോപ്പി എന്നേ പറയുന്നുള്ളൂ. അപ്പോ ഇവ കൊണ്ടുപോവുക. നമ്മൾ അവിടെ നോക്കുക, ഇതിന്റെ കൂട്ടത്തിൽ നമ്മൾ അല്ലാതെ തന്നെ കയ്യിൽ കരുതേണ്ട ചില സംഗതികൾ ഉണ്ടാകും. ആധാർ കാർഡ് കരുതിക്കോളൂ. നമ്മളുടെ ഇമെയിൽ ID, ഓക്കെ, ഇമെയിൽ ID ആവശ്യം വരും നിങ്ങൾക്ക്. അതോടൊപ്പം ആധാറുമായിട്ട് ലിങ്ക് ചെയ്ത മൊബൈൽ ഫോൺ ഉണ്ടാവൂലേ, മൊബൈൽ ഫോൺ എടുത്തോളൂ. അത് നിങ്ങൾക്ക് ആവശ്യം വരും. OTP കാര്യങ്ങളോ അയക്കേണ്ട സമയത്ത് അവർ ചോദിച്ചാൽ, അങ്ങനെ ചോദിക്കാൻ സാധ്യതയില്ല. ഇൻ കേസ് ആവശ്യം വന്നാൽ ആ സമയം നമ്മൾ പരക്കം പായേണ്ട ആവശ്യമില്ല. അയ്യോ, അത് അച്ഛന്റെ ഫോണുമായിട്ട ലിങ്ക് എന്ന് പറയാതെ ആധാറുമായിട്ടുള്ള ലിങ്ക് ചെയ്ത് നിങ്ങളുടെ ഫോൺ നമ്പർ കൂടി നിങ്ങൾ കയ്യിൽ കയറി ഇമെയിൽ ID, പാസ്വേഡ് കാര്യങ്ങൾ ചെയ്യാം. നെക്സ്റ്റ് നിങ്ങൾ കയ്യിൽ കരുതേണ്ട കാര്യം, ഒന്ന്, ഈ ഫിസിക്കലിൽ നമ്മൾ പോവാ, കൺസെന്റ് ഫോം കൊടുത്തു. അപ്പൊ ഫിസിക്കൽ ചെയ്യണമെങ്കിൽ എന്ത് വേണം? നമുക്ക് ഫിസിക്കൽ കിറ്റ് വേണ്ടേ? ഈ ഫിസിക്കൽ കിറ്റിൽ എന്തുണ്ടാകും? നമുക്ക് ഷൂവ്, സോക്സ്, ബാനിയന്, അങ്ങനെയുള്ള കാര്യങ്ങൾ, നമുക്ക് ഓട്ടത്തിന് ആവശ്യമായ എല്ലാ സാധനങ്ങളുമുള്ള ഫിസിക്കലിന്റെ കിറ്റ്. അതിലൊരു മൂവ് അല്ലെങ്കിൽ ഒരു മൂവിന്റെ സ്പ്രേ, അങ്ങനെ കാര്യങ്ങൾ, ഓട്ടത്തിലുള്ള എന്തെങ്കിലും നമുക്ക് സ്പ്രേ അടിക്കണമെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഴുതുക. ഒരു കുപ്പി വെള്ളം വെച്ചേക്കുക, 1-2 ബിസ്ക്കറ്റ് പാക്കറ്റ്, ഏത്തപ്പഴമോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ അത്യാവശ്യം വേണ്ടത്. ഫിസിക്കലിന് ശേഷം നിങ്ങൾക്ക് കഴിക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ കൂടി വെച്ച ഒരു കിറ്റ് കൂടി ബാഗിനുള്ളിൽ നിങ്ങൾ കരുതാൻ മറക്കരുത്.
ഓക്കെ, ഇത്രയും ഉണ്ട്. ഇനി ഇതിന് ശേഷം നെക്സ്റ്റ് ആയിട്ട് വേണ്ടത് ഈ ഫിസിക്കലിൽ നിങ്ങൾ ക്വാളിഫൈഡ് ചെയ്താൽ, ഫിസിക്കൽ നമുക്കറിയാലോ എന്താണ്, 1600 മീറ്റർ 7 മിനിറ്റ് കൊണ്ട് ഓടണം, പുഷപ്പ് ചെയ്യണം, പുള്ളപ്പ് ചെയ്യണം, സുറ്റപ്പ് ചെയ്യണം, സ്കോട്ട് ചെയ്യണം, ഇത്രയല്ലേ. സോറി, പുള്ളപ്പ് ഇല്ല കേട്ടോ, പുള്ളപ്പ് എന്ന് ഞാൻ ഓർക്കാതെ പറഞ്ഞു വേണം. പുള്ളപ്പില്ല, അത് ആർമിയിലേ ഉള്ളൂ, നേവിയിലും എയർഫോഴ്സിലും അതില്ല. അപ്പൊ ഈ കാര്യങ്ങൾ നിങ്ങൾ പൂർത്തീകരിച്ചതിന് ശേഷം കൃത്യമായ സമയത്ത് കൃത്യമായ ഗ്യാപ്പിൽ അവർ ചെയ്യും. പ്രോപ്പറായ രീതിയിൽ ചെയ്യണം. വളഞ്ഞ് വളഞ്ഞ് പാമ്പ് പോലെയൊക്കെ പുള്ളപ്പ് ചെയ്താൽ അത് കൂട്ടില്ല. കറക്റ്റ് ആയിട്ട് പ്രോപ്പറായ രീതിയിൽ അത് ചെയ്തിട്ട് 10 ജയിക്കുള്ളൂ. അത് കൃത്യമായി ചെയ്ത് ക്വാളിഫൈഡ് ആകുന്ന വ്യക്തികൾക്ക് പിന്നീട് അവരെന്താ ചെയ്യുന്നത്, ഉച്ച കഴിയുമ്പോഴേക്കും റിട്ടേൺ എക്സാം നടക്കുവാണ് അല്ലെ. ആ റിട്ടേൺ എക്സാം നടക്കുന്ന സമയത്ത് നമ്മള് ആവശ്യമായ എന്താ റിട്ടേൺ എക്സാം, നമ്മൾ ഓൾറെഡി റിട്ടേൺ എക്സാമിനെ കുറിച്ച് പറഞ്ഞു. 45 മിനിറ്റ് ആയിരിക്കും. അതോടൊപ്പം 50 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ഇംഗ്ലീഷ് 20, 30 റാക്ക, ഇതല്ലേ. ഇതാണ് നമ്മൾക്ക് ഇത് നടക്കുന്നത്. -0.25 മാർക്ക് മൈനസ് മാർക്ക് ഉണ്ടാക്കും. ചെയ്തതിന് 1 മാർക്ക് കിട്ടും. 2 ടോപ്പിക്കും മസ്റ്റ് ആയിട്ട് പാസ് ആവേണ്ട ആവശ്യമുണ്ട്. ഇംഗ്ലീഷ് ഫുള്ള് കിട്ടിയിട്ട് ഇതിൽ പാസ്സായെങ്കിൽ കാര്യമല്ല, ഇതിൽ ഫുള്ള് കിട്ടി ഇംഗ്ലീഷ് പാസ്സായിട്ടില്ല കാര്യം. അപ്പൊ 2ഉം പാസ് ആവാൻ ആവശ്യമുള്ള മാർക്ക് ബാലൻസ് ചെയ്തെടുക്കണം. അങ്ങനെയുള്ളവരെ, അങ്ങനെ പരീക്ഷയിൽ കഴിഞ്ഞ ആളുകളെ പിറ്റേ ദിവസത്തേക്ക് ഇവർ എന്ത് ചെയ്യും, അഡാപ്റ്റബിലിറ്റി ടെസ്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്ന ടെസ്റ്റിലേക്ക്, അഡാപ്റ്റബിലിറ്റി 1 ഉണ്ട് ആൻഡ് 2, ഈ 2 ടെസ്റ്റുകളിലേക്കും നിങ്ങളെ നോമിനേറ്റ് ചെയ്യും. ഫിസിക്കലി പാസ്സാവണം, റിട്ടേൺ എക്സാമിൽ പാസ്സാകണം, നെക്സ്റ്റ് ഡേക്ക് അഡാപ്റ്റീവ് 1 ആൻഡ് 2 പങ്കെടുക്കും. അപ്പൊ ഈ റിട്ടേൺ ടെസ്റ്റിന് പോകുമ്പോൾ നമ്മളെടുക്ക കുറച്ച് ഐറ്റങ്ങൾ നമുക്ക് ആവശ്യം വരുന്നുണ്ട് കേട്ടോ. റിട്ടേണ് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഐറ്റങ്ങൾ വേണ്ടി വരുന്നത്? ഒന്ന്, നമുക്ക് HB പെൻസിൽ, ഇറേസർ, ഷാർപ്പനർ, ഓക്കെ, ഒരു സ്റ്റാപ്ലർ, പിന്നെ അതിനുശേഷം നമുക്ക് എന്താ വേണ്ടത്, ബ്ലൂ ആൻഡ് ബ്ലാക്ക് പെൻ. പിന്നെ ഫോട്ടോ ഒക്കെ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് എന്ത് വേണം, നമുക്കൊരു ബ്ലൂ ഗം എടുത്തേക്ക്, ബ്ലൂ ഗം ബോട്ടിൽ എടുത്തോളൂ. ഇത്രയും സാധനങ്ങൾ എന്തായാലും നമുക്ക് ആവശ്യമുള്ളതാണ്. കാൽക്കുലേറ്ററോ മറ്റു കാര്യങ്ങൾ എടുക്കേണ്ട, അത് നിങ്ങളെ ഉള്ളിൽ പ്രവേശിപ്പിക്കില്ല, അതുകൊണ്ട് കാര്യമില്ല. അപ്പൊ എന്തായാലും പെൻസിലും പേനയും മറ്റ് എഴുത്തു ഉപകരണങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു എക്സാമിന് പോകുമ്പോൾ എന്താണോ വേണ്ടത് ആ കാര്യങ്ങൾ നിങ്ങൾ കരുതാൻ മറക്കാൻ പാടില്ല. അങ്ങനെ പോയി പരീക്ഷ പാസ്സാകുന്ന ആളുകളെ രണ്ടാമത്തെ ദിവസം നെക്സ്റ്റ് ഡേയ്സിൽ ഇതിലെ കൂടി പങ്കെടുപ്പിക്കും. അതിലും നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ ആവശ്യം വരും എന്നുള്ളത് മാത്രം. അതോടൊപ്പം നിങ്ങൾ ഏറ്റവും ചുരുങ്ങിയത് ഒരു 2 അല്ലെങ്കിൽ 3 ദിവസം 3 days അവിടെ താമസിക്കാനുള്ള കണ്ടീഷനിൽ പോവുക. അപ്പൊ അതിനാവശ്യമായ ഫണ്ട് നിങ്ങളെ കയ്യിൽ ഉണ്ടാകണം, അതിനാവശ്യമായ ഡ്രസ്സ് നിങ്ങളെ കയ്യിൽ ഉണ്ടാകണം തീർച്ചയായിട്ടും. ഇപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാകാൻ പോകുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ആർമിയുടെ അഗ്നിവീർ പരീക്ഷകൾ പാസ്സായിരിക്കുന്ന കുട്ടികൾ ഉണ്ടാകും. അപ്പൊ ആ കുട്ടികൾക്ക് സെയിം ഡേറ്റിൽ 2-ാം തീയതി ആയിരിക്കും അവർക്ക് തൃശ്ശൂർ വെച്ചിട്ട് അഗ്നിവീർ റാലി, പ്രത്യേകിച്ച് കാലിക്കട്ട് ARയുടെ നേതൃത്വത്തിലുള്ള കുട്ടികൾ. അപ്പൊ ചില കുട്ടികൾക്ക് ആശങ്കയുണ്ട്, ഞാൻ അതിൽ പങ്കെടുക്കണോ ഇതിൽ പങ്കെടുക്കണോ. അപ്പൊ അതിന് ഒരു സജഷനെ എനിക്ക് പറഞ്ഞു തരാൻ പറ്റുള്ളൂ. നിങ്ങൾ കാലിക്കട്ട് ARയിൽ അഗ്നിവീർ പരീക്ഷ പാസ്സായവരാണെങ്കിലും നിങ്ങൾ തീർച്ചയായിട്ടും ഈ റിക്രൂട്ട്മെന്റ് റാലിക്ക് പങ്കെടുക്കാൻ നോക്കുക. കാരണം നിങ്ങൾ സയൻസ് ഗ്രൂപ്പ് ആയതുകൊണ്ടല്ലേ പോകുന്നു. അത് അഗ്നിവീർ റാലിയാണ്, ഇത് പെർമനന്റ് ആണ്. ആ ഒരു വ്യത്യാസമുണ്ട്. മെഡിക്കൽ ഫീൽഡാണ്, സയൻസ് പഠിച്ചവർക്കേ പറ്റുള്ളൂ. നിങ്ങൾ ഇതിൽ പോവുക. 1-ാം തീയതി നിങ്ങളുടെ ഡോക്യുമെന്റ്സ് ക്ലിയർ ഉണ്ട്, നിങ്ങൾ ഫിസിക്കൽ ചെയ്തു പാസ്സായി, അന്ന് തന്നെ പരീക്ഷയും എഴുതി പാസ്സായാൽ 2-ാമത്തെ ദിവസത്തെ അഡാപ്റ്റബിലിറ്റി ടെസ്റ്റിനോ കാര്യങ്ങൾക്കോ നിങ്ങൾക്ക് അവിടെ നിൽക്കാം. അപ്പോൾ നിങ്ങൾ അഗ്നിവീറിന്റെ ഇതിൽ പങ്കെടുത്തിട്ടില്ലെങ്കിലും വലിയ നഷ്ടം നിങ്ങൾക്ക് വരില്ല. കാരണം നെക്സ്റ്റ് ഉള്ള സ്റ്റെപ്പിലേക്ക് നിങ്ങൾ പോകും. ജോലി കിട്ടിയാൽ ഒരു പെർമനന്റ് ജോബായി മാറും എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ട്. ഇനി എന്തെങ്കിലും കാരണവശാൽ റണ്ണിങ്ങിലോ അല്ലെങ്കിൽ പരീക്ഷയിലോ നിങ്ങൾ കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ രാത്രിയിൽ തന്നെ അവിടുന്ന് എന്ത് ചെയ്യണം, എറണാകുളത്ത് നിന്ന് തൃശ്ശൂരിലേക്ക് വണ്ടി കയറുക. തൃശ്ശൂർ പോയിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അഗ്നിവീർ റാലി പങ്കെടുക്കുക. അതിനും ആവശ്യമായ ഡോക്യുമെന്റ്സ് എന്താണോ അവയെല്ലാം നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് കയ്യിൽ വെച്ചിരിക്കണം. ഇതാണ് ഒരു നല്ല സജഷൻ. ഒരിക്കലും നിങ്ങൾ പിന്നീട് പറയാൻ പാടില്ല, നമ്മൾ പറഞ്ഞു തന്നത് കൊണ്ടാണ് നിങ്ങൾ ഇത് ഉപേക്ഷിച്ചത് എന്ന് പറയാൻ പാടില്ല. തീർച്ചയായിട്ടും നിങ്ങൾ ആലോചിക്കും. നിങ്ങളൊരു ഏജ് ഓവർ ആകുന്ന ഒരു കുട്ടിയാണെങ്കിൽ തീർച്ചയായും ഞാൻ അവരോട് പറയും, നിങ്ങൾ അഗ്നിവീർ പരീക്ഷ പാസ്സായതാണെങ്കിൽ അതിന്റെ ഫിസിക്കൽ പാസ്സാകും എന്ന് ഉറപ്പുണ്ടെങ്കിൽ. കാരണം ഇവിടെ ഫിസിക്കലിന് 7 മിനിറ്റ് കൊണ്ട് 1600 അവിടെ നമുക്ക് നടക്കാൻ പോകുന്നത് 5:45 വരും. അത് അല്പം കൂടി സമയം കുറഞ്ഞാലേ ഉള്ളൂ, കൂടാൻ ചാൻസസ് ഇല്ല. അതുകൊണ്ട് ആ താരതമ്യപ്പെടുത്തി നിങ്ങൾ കോൺഫിഡൻസ് ആണെങ്കിൽ, ഇനി ഏജ് കൂടുതലാണ്, നെക്സ്റ്റ് ചാൻസിൽ നിങ്ങൾക്ക് അഗ്നിവീറിലോ അല്ല മറ്റൊന്നിലോ പങ്കെടുക്കാൻ പറ്റില്ലെങ്കിൽ തീർച്ചയായിട്ടും അഗ്നിവീറിലേക്ക് തന്നെ പോകുക. അതല്ല നിങ്ങൾ ഒരു 19 20 വയസ്സുള്ള ആളാണ്, ഇത്തവണ ഇതിലേക്ക് നോക്കിയിട്ട് അഥവാ കിട്ടിയില്ലെങ്കിൽ പോലും അടുത്ത തവണ അഗ്നിവീറോ മറ്റെന്തെങ്കിലും നോക്കും എന്നുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും
നിങ്ങൾ ഇതിൽ പങ്കെടുക്കുക എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അപ്പൊ ഈ പറഞ്ഞ ഡോക്യുമെന്റ്സും കാര്യങ്ങളും നിങ്ങൾ എല്ലാവരും കൃത്യമായി തയ്യാറാക്കണം. റാലിയിൽ എല്ലാ മക്കളും പങ്കെടുക്കുക, നല്ല രീതിയിൽ പെർഫോം ചെയ്യുക. ഇനിയും 10-15 ദിവസം നിങ്ങളെ മുന്നിലുണ്ട്. രാവിലെയും വൈകുന്നേരം നിങ്ങൾ ചെയ്യുക. രാവിലെ റണ്ണിങ്ങിന് പോവുകയാണെങ്കിൽ ഈവനിങ് സമയം പുഷപ്പ്, സിറ്റപ്പ്, സ്ക്വാട്ട് എന്നുള്ള കാര്യങ്ങൾ കൂടി നല്ല രീതിയിൽ ചെയ്യുക. അതോടൊപ്പം ഇടവേളകളിൽ നിങ്ങൾ നന്നായി പഠിക്കുകയും ചെയ്യുക. കാരണം രണ്ടും ഒരേപോലെ പ്രാധാന്യമുള്ള ഒരേ ദിവസം നടക്കുന്നതാണ്. ഫിസിക്കൽ പാസ്സായി കഴിഞ്ഞാൽ എഴുത്തു പരീക്ഷയും എന്നുള്ളത് കൊണ്ട് തീർച്ചയായിട്ടും ഒരു 15 ദിവസം നല്ല രീതിയിൽ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ, നല്ല രീതിയിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എല്ലാ മക്കൾക്കും എയർഫോഴ്സിന്റെ മെഡിക്കൽ അസിസ്റ്റന്റ് എന്ന പോസ്റ്റിലേക്ക് സെലക്ഷൻ ആവാൻ കഴിയും. അങ്ങനെ എല്ലാ മക്കൾക്കും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കണ്ടെത്തുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ഭാരത്.